ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമദാനിൻ്റെ സമാരംഭത്തിൽ നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത ഒരു വലിയ തൗഫീഖാണ്. ആലോചിച്ചു നോക്കിയാൽ ഒരുപാട് പേരുടെ വേർപാടുകൾ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നത് അവർക്കൊക്കെ പരിശുദ്ധ റമദാനിൽ നമ്മേക്കാൾ മുമ്പ്, റമദാനിൽ എത്തുന്നതിന് മുമ്പ് അവർക്കൊക്കെ നേരത്തെ അള്ളാഹു യാത്ര കൊടുത്തതൊക്കെ മഹാനായ ഇബ്നു റജബ് തങ്ങളുടെ ലത്വായിഫുൽ മആരിഫിൽ ഒരു കവിത സൂചിപ്പിച്ച പോലെ ആ വേർപാടുകളെ നാം ഓർക്കേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് റമദാന്റെ ആദ്യ ദിവസങ്ങൾ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവർ നമ്മോട് യാത്ര പറഞ്ഞത് നമ്മുടെ ശേഷമുള്ളവരോട് നാം യാത്ര പറയാനുള്ളതാണെന്ന തോന്നലിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ റമദാന്റെ സമാരംഭം എത്തിക്കഴിഞ്ഞാൽ അവൻ റമദാനിൽ അധ്വാനിക്കുമെന്നാണ് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല അമല് കൊണ്ട് അവൻ പൊരുത്തപ്പെട്ട വഴിയിലേക്കെത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിലെ ഒരു പ്രധാന ഘടകമാണ് അനുസരണയും വിധേയത്വ ബോധവും ഉണ്ടാവുക എന്നത്. നമുക്ക് നിർബന്ധവുമാണ്. അനുസരണ ലോകത്ത് ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ നിയമം തന്നെ ആകെ പ്രശ്നത്തിലാണ്. ലോക നിയമമാണ് അനുസരണ എന്നത്. ചിലരെ അനുസരിച്ചേ പറ്റും. വിധേയത്വവും അനുസരണയും സത്യവിശ്വാസിയുടെ മുഖമുദ്രയാണ്. ചിലരെ മറ്റു ചിലർ അനുസരിക്കൽ, അതുപോലെ നിയമങ്ങൾ അനുസരിക്കൽ, നിയമങ്ങൾ പാലിക്കൽ, ലോകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ അല്ലാതെ ലോകം മുന്നോട്ട് പോകില്ല എന്നതാണ്. ഉദാഹരണം, നമ്മുടെ രാജ്യ നിയമങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ. നാം അനുസരിക്കേണ്ട നിയമവും നാം അനുസരിക്കേണ്ട കാര്യവും ഒരു നന്മയുടെ പേരിലാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിനനുസരിക്കലിൻ്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിലേക്ക് പല വഴികളുമാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇസ്ലാം എന്ന വാക്ക് പോലും അനുസരണ എന്നും മുസ്ലിം എന്ന പദം അനുസരണ ഉള്ളവൻ എന്നുമാണ്. അതിനു പുറമെ ദീൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് മതത്തെ സൂചിപ്പിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥവും അനുസരണ എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിലേക്കുള്ള വഴി, അതിനുള്ള വഴികൾ വളരെ വിശാലവും അതുപോലെ തന്നെ വളരെ കൂടുതലുമാണ്. നന്മകളിലേക്കുള്ള ഏതൊരു അനുസരണയും, ഒരു സഹകരണം, നന്മയുടെ പേരിലൊരു സഹകരണം, അത് അള്ളാഹുവിൻ്റെ പേരിൽ നാം ചെയ്യുന്നൊരു നന്മയാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു അമലാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത് നാം കാണിക്കുന്ന നല്ലൊരു സംസ്കാരം എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹു നമുക്ക് കൂലി തരുന്ന അമലാണ് എന്ന് ചിന്തിച്ചാൽ ആ അനുസരണയ്ക്ക് ഒരർത്ഥമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം, മുസ്ലിം എന്ന പദം നമ്മളിൽ തന്നെ വന്ന് യഹൂദി എന്നോ നസ്വാറ എന്നോ ഒന്നും വന്നില്ല. അങ്ങനെയുള്ള പദങ്ങൾ വേറെയും സമുദായത്തിൽ വരപ്പെട്ടിട്ടുണ്ട്. അത് അള്ളാഹു തന്നെ അവരിൽ ചാർത്തിയ ഒരു പേരാണത്. അങ്ങനെയെങ്കിൽ ഇസ്ലാം, മുസ്ലിം എന്ന ആ ഒരു വിളി കേൾക്കാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടത് തന്നെ നമ്മൾ അനുസരണ ഉള്ളവർ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അനുസരിച്ചേ പറ്റൂ. അടിസ്ഥാനപരമായി മഹാന്മാരായ നബിമാരെ മുഴുവനും മുസ്ലിം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞ മുസ്ലിം എന്നാണ്. മൂസ നബിയുടെ സമൂഹത്തിന്റെ പിന്നാലെ വന്ന, അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ മറ്റൊരു രൂപാന്തരമാണ് ഇസ്രായേലികൾ. ജൂതന്മാരെന്ന് പിൽക്കാലത്ത് ആ സമൂഹത്തെ വിളിച്ചുവെങ്കിലും അവരുടെ പ്രവാചകനായ മൂസ നബിയെ മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ പിന്നീട് വന്നവരെ നസ്വാറാക്കൾ എന്ന് വിളിച്ചു, നസ്രാണികൾ എന്ന് വിളിച്ചുവെങ്കിലും അവരുടെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഈസ നബിയെ മുസ്ലിം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കളിൽ ആ ഒരു പേര് അള്ളാഹു നിലനിർത്തി. അവരുടെ സമുദായം മോശമായ കാലഘട്ടത്തിൽ അവരിൽ മറ്റു പേര് കൊണ്ടുവന്നു. ആ നബിമാര് നിലനിന്നത് ഏതൊരു പേരിലാണോ ആ പേരിൽ തന്നെയാണ് നമ്മളും എന്നുള്ളത്. മുസ്ലിം, അനുസരണ ഉള്ളവൻ, വിധേയത്വമുള്ളവൻ. ഇസ്ലാം, അനുസരണ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജൂതനായോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായോ ജീവിച്ചാലല്ലാതെ സ്വർഗമില്ല എന്നൊരു വാഗ്വാദം ഉണ്ടായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ഖുർആൻ അതിന് മറുപടി പറഞ്ഞത് അങ്ങനെയല്ല എന്ന ഒരു വാഗ്വാദം. അപ്പോൾ വഹ്യ് വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. വഹ്യ് വന്നത് ഖണ്ഡിച്ചു കളയാണ്. ആ വാഗ്വാദങ്ങളിൽ ഒരു പരിസമാപ്തി വന്നു പോകും. ഖുർആനിനെ ഉൾക്കൊള്ളാത്തവനും വഹ്യിന്റെ അമരധ്വനി വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ വസ്തുത.
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വർഗ്ഗാർക്ക അത് ജൂതനായാലേ കിട്ടൂ, അത് ക്രിസ്ത്യാനി ആയാലേ കിട്ടൂ എന്ന വാഗ്വാദങ്ങൾ നടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വഹയിന്റെ ഇടപെടൽ വരുന്നത്. ആ വഹയിന്റെ ഇടപെടലിൽ തന്നെ ആ വാഗ്വാദങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയി എന്ന അത്രത്തോളം ഏതൊരു ചർച്ചകളെയും നിഷ്ഭ്രമമാക്കി കളയാണ് ഖുർആന്റെ വാക്കുകൾ. അത് കേട്ടവന് പിന്നെ അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുന്നില്ല എന്നത് ഖുർആന്റെ ഒരു മാസ്മരികതയാണ്. ആ സംഭവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 111, 112 ആയത്തുകളിൽ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. അന്ന് അവർ പറഞ്ഞത് ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹുദൻ ഔ നസ്സാറ, സ്വർഗപ്രവേശമുള്ളത് ഒന്നുകിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്നായിരുന്നു. തിൽക അമാനിയുഹും, അത് അവരുടെ കണ്ടെത്തലുകളും അവരുടെ വാദങ്ങളും മാത്രമാണ്. എന്നാൽ ഖുൽ, നബിയെ, ആ വാഗ്വാദത്തിൽ അങ്ങ് പറയേണ്ടത് ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ, പറയുന്നത് ബുദ്ധിപരമായി ധിഷണാപരമായി തെളിയിക്കാൻ കഴിയുന്ന വല്ല തെളിവുകൾ ഉണ്ടെങ്കിൽ അതായിട്ട് വായോ, എന്നാൽ നമുക്ക് വീണ്ടും വാഗ്വാദത്തിൽ ഏർപ്പെടാം, നമുക്ക് സംവദിക്കാം. അവർക്കതിനുള്ളത് ഇല്ല, അവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല, പറച്ചൽ മാത്രമേ ഉള്ളൂ. ബല, അറിയണം, മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ അനുസരിക്കുക എന്നത് ആരിൽ സാധ്യമായോ അവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞേക്ക് എന്ന്. ബല മൻ അസ്ലമ, മൻ അസ്ലമ, അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിനെ അനുസരിക്കുക. അനുസരിക്കുക എന്നതിന് ഉപയോഗിച്ച വാക്ക് അസ്ലമ, മുസ്ലിമാവ എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കൽ അവരിൽ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അവരുടെ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ അവരനുസരിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർ പിൻഗാമികളെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, എന്റെ ശേഷം വരാനുള്ള പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന്. ആ ശേഷം വന്നെത്തിയത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അവിടെ എത്തിയപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ വന്നോടത്ത് അവരെ തൗറാത്തും ഇഞ്ചീലും യഥേഷ്ടം ഉപദേശിച്ചു. മുസ്ലിമാവാനുള്ള എല്ലാ വഴികളും ഭാവിയെക്കുറിച്ച് അവർക്ക് അറിയിച്ചു കൊടുത്തു. എന്നിട്ടും അതിനെ പുറങ്കാല കൊണ്ട് തട്ടിയ ഒരു സമൂഹമാണ് പൂർവീകർ എന്ന് ചരിത്രം വളരെ സ്പഷ്ടമായി തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ട്. ബൈബിൾ നോക്കിയാലും നമുക്കത് വളരെ കൃത്യമായി തന്നെ കാണാം. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിൽ എവിടെ വരെ ഒരു സൃഷ്ടി എത്തുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചത് മഹാനായ സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകം തന്നെ ഞെട്ടിത്തെറിച്ചു പോയി ആ അനുസരണം കണ്ടിട്ട്. എന്തായിരുന്നു അനുസരണം നമുക്കറിയാം. മഹാനവറുകൾ 10 ദിവസം ദുൽഹജ്ജിന്റെ 1-ാം രാവ് മുതൽക്ക് ദുൽഹജ്ജിന്റെ 10 കൂടിയ ആ ദിവസങ്ങൾ, ആ രാവുകൾ, ആ മഹാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിയർത്ത ഒരു സംഭവമാണ്. മകനെ അറുക്കൂ എന്ന് പറഞ്ഞ് ഒരു വഹ്യ് വന്നിരുന്നുവെങ്കിൽ അതങ്ങ് അനുസരിച്ച മതിയായിരുന്നു. പക്ഷെ ഇതൊരു സ്വപ്നമാണ്. മഹാനവറുകളിൽ ആ സ്വപ്നം ആവർത്തിച്ചു. സ്വപ്നത്തിന് പ്രതിക്രിയകൾ, പരിഹാരങ്ങൾ ചെയ്യാൻ മഹാനവറുകൾ തയ്യാറായി. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു എന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ കബൂലിയത്തിന്റെ ഒരു സന്ദേശവും വന്നു. വീണ്ടും ആ സ്വപ്നം ആവർത്തിക്കുന്നു, ഇനിയും ചെയ്യണമെന്ന്. മറ്റൊന്നുമല്ല, 100 വയസ്സാണ് ഇപ്പോൾ പ്രായമുള്ളത്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിക്ക് ഇപ്പോൾ പ്രായം 13 വയസ്സാണ്. 13 വയസ്സുള്ള മകനെയാണ് 100 വയസ്സുള്ള പിതാവ് അറുക്കാൻ പോവേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനം, അറുക്കാൻ ആരെങ്കിലും ഏൽപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒഴിച്ചു നിർത്തല്ല ചെയ്തത്. അങ്ങനെ ആരെങ്കിലും അറുത്താൽ അറുക്കപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന വേദനയുള്ളൂ. എൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഞാൻ ചെയ്യണമെന്ന നിർദ്ദേശം അള്ളാഹു തരുമ്പോൾ എത്രമാത്രം വലിയ ഒരു മാനസികമായ ഉരുകുകയാണ്. ആ മനുഷ്യൻ ഉരുകി തീരുകയാണ്. മകനെ വല്ലാതെ സ്നേഹിച്ച ഒരു പിതാവാണ്. ആ സ്നേഹത്തിന്റെ അളവ് അള്ളാഹു മഹാനവറുകളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താണ്. 100 വയസ്സിൽ 13 വയസ്സുകാരൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ 87-ാമത്തെ വയസ്സിലാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബിക്ക് 87 വയസ്സുള്ളപ്പോൾ കുട്ടി ജനിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെ നമ്മൾ ശകാരിക്കുന്നതിനേക്കാൾ അപ്പുറം ശകാരിക്കാൻ ആർക്കും അവകാശമില്ല. നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറം ആരും സ്നേഹിക്കുന്നുമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞാലും
ഒരു കുട്ടിയെ ആ കുട്ടിയുടെ വാപ്പാടെ വാപ്പയും വാപ്പാടെ ഉമ്മയും അല്ലെങ്കിൽ ഉമ്മാടെ വാപ്പയും ഉമ്മാടെ ഉമ്മയും ഒരു കുഞ്ഞിനെ വാത്സല്യപ്പെടുത്തുന്നത് സ്വന്തം ഉമ്മായും വാപ്പായും വാത്സല്യപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്നതൊരു സ്വാഭാവിക കാര്യമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളെ, പേരക്കുട്ടികളോട് വല്ലുപ്പാക്കും വല്ലുമാക്കും ഉള്ള സ്നേഹം, അത് ഉമ്മ വഴി ആണെങ്കിലും വാപ്പ വഴിയാണെങ്കിലും ഉള്ള വല്ലുപ്പായും വല്ലുമായും വല്ലാതെ സ്നേഹിക്കും. അങ്ങനെയാണ് വല്ലുമായും വല്ലുപ്പായും മക്കളെ എത്ര വലുതായാലും കൊഞ്ചിക്കാനും പുന്നാരിക്കാനും അവർക്കൊരു മടിയില്ല. ഞാൻ പറയട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരാശരി 20 വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ 40ാമത്തെ വയസ്സിൽ, ആവറേജ് 40-41 വയസ്സിൽ മഹാനവറുകൾക്ക് പേരക്കുട്ടി ഉണ്ടാവാനുള്ള പ്രായമാണ്. 20 വയസ്സിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം പിതാവ് കൊടുക്കാൻ വെച്ചിരുന്ന ആ സ്നേഹം 40 വയസ്സിലെത്തിയപ്പോൾ മകനും മകന്റെ മകനും കൊടുക്കാൻ വെച്ച ആ ഒരു വല്ലുപ്പയുടെ ഒരു സ്നേഹം, 2 തലമുറയോടുള്ള സ്നേഹം 40 വയസ്സിലും കുഞ്ഞായിട്ടില്ല. പിന്നെയോ 60 വയസ്സായപ്പോഴും കുഞ്ഞായിട്ടില്ല, 80 വയസ്സായപ്പോഴും കുഞ്ഞായിട്ടില്ല. 4 തലമുറയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന പിതാവിൻ്റെയും പിതാവിൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും സ്നേഹം അടക്കി പിടിച്ചിരുന്ന് പിന്നെയും ഒരു 7 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കുട്ടി ജനിക്കുന്നത്. 87 വയസ്സിൽ 100-ാം വയസ്സിലെത്തിയപ്പോൾ 5 തലമുറയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രായത്തിൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ എത്ര സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു അറുക്കണം എന്നത് അനുസരിച്ചേ പറ്റൂ. അള്ളാഹു നേർക്ക് നേർ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു അറിയിപ്പല്ല കൊടുത്തത്, അള്ളാഹു സ്വപ്നം കാണിക്കാൻ ചെയ്തത്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം ആ അറിവ് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ കമഴ്ത്തി കിടത്തിയിട്ടാണ് അറുത്തത്. എന്തുകൊണ്ട്? മുഖം കണ്ടാൽ അറിവ് നടക്കില്ല എന്നതാണ്. ആദ്യം സ്വപ്നം കണ്ടപ്പോൾ മഹാനവറുകൾ ആ സ്വപ്നത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു അറിയിച്ചതല്ലേ മകനെ അറുക്കണം എന്നത്. അള്ളാഹു സ്വപ്നം കാണിച്ചു. മഹാന്മാരായ അമ്പിയാക്കളുടെ സ്വപ്നം വഹ്യി തന്നെയാണ്. മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നം വഹ്യിന്റെ 46-ൽ ഒരു അംശമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 46-ൽ ഒരു അംശമാണ് മുഅ്മിനിന്റെ സ്വപ്നം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഹ്യായി തന്നെ ആ സ്വപ്നത്തെ പരിഗണിച്ചു. അറുക്കാൻ തീരുമാനിച്ചത് തനിക്ക് പ്രിയപ്പെട്ടതിനെയാണ്. കാരണം പ്രിയപ്പെട്ട മകനെ അറുക്കണമെന്നത് കാണിച്ചാൽ അതിന്റെ വ്യാഖ്യാനം പ്രിയപ്പെട്ടത് തന്നെ അറുക്കണമെന്ന്. 100 ആടുകൾ അറുത്ത് ആദ്യം ദാനം ചെയ്തു. ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി മഹാനവറുകൾ അതിന്റെ മാംസകഷ്ണങ്ങൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും ഒരു തീനാളം വന്നുകൊണ്ട് ആ ആട്ടിറച്ചി കൂട്ടത്തെ, താൻ കൂട്ടിവെച്ചിരിക്കുന്ന മാംസകഷ്ണത്തെ വന്ന് കരിച്ചു കളയുകയാണെങ്കിൽ ആ ചെയ്ത പ്രതിക്രിയ, സ്വപ്നത്തിന്റെ പേരിൽ ചെയ്ത പ്രതിക്രിയ അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളത്, പരിഹാരം ചെയ്യപ്പെട്ടു എന്നതാണ് സാധാരണ ആ കാലഘട്ടത്തിന്റെ പ്രവാചക ജീവിതത്തിലെ ഒരു പതിവ്. ആകാശത്തിൽ നിന്നും തീ ഇറങ്ങി വന്ന് അതങ്ങനെ കരിച്ചു കളയലാണ്. സ്വാഭാവികമായും മകനെ അറുക്കണമെന്ന സ്വപ്നത്തിന് പ്രതിക്രിയ ചെയ്തു. 100 ആടുകൾ അറുത്തു. അതും അവിടുന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, ഏറ്റവും പ്രിയപ്പെട്ട മുന്തിയ ഇനത്തിൽപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള 100 വലിയ ആടുകൾ അറുത്തു. ആ അറിവ് കഴിഞ്ഞ് അതിന്റെ മാംസകഷ്ണങ്ങളിലെ ഒരു ഭാഗം മലയുടെ മുകളിൽ കൂമ്പാരമായി കയറ്റിവെച്ചു. അങ്ങനെ തീനാളം ഇറങ്ങി വന്നത് കരിച്ചു കളഞ്ഞെന്ന്. അപ്പൊ ആശ്വസിച്ചു, പടച്ചവനെ എന്റെ സ്വപ്നം സാക്ഷാത്കാരമായി, ഞാനതിന് പ്രതിക്രിയ ചെയ്തല്ലോ എന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ആദ്യം കണ്ട പോലെ തന്നെ ആവർത്തിക്കാണ്. അപ്പോൾ ഞാൻ പ്രതിക്രിയ ചെയ്തല്ലോ, എന്താ പരിഹരിക്കാതിരുന്നത്? ആടായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച മഹാനവറുകൾ കുറച്ചുകൂടി വലിപ്പത്തിൽ ചിന്തിച്ചു. 100 ഒട്ടകങ്ങൾ അറുത്തു. 100 ഒട്ടകങ്ങളെ എർത്ത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത്, കുഴപ്പമില്ല. 100 ഒട്ടകങ്ങളെ മഹാനവറുകൾ അറുത്തു. ഇതുപോലെ തന്നെ മാംസങ്ങൾ കൂമ്പാരമാക്കി ആകാശത്തിൽ നിന്നും പതിവ് പോലെ ഒരു കുർബാൻ സ്വീകരിക്കുന്നതിന് തീയിറങ്ങി വരല, തീയിറങ്ങി വന്നു എന്നതാണ്. അപ്പോഴും മഹാനവർ ആശ്വസിച്ചു. 3-ാമത്തെ പ്രാവശ്യമാണ് ഒരു ആള് വന്നു നിന്ന് നേരെ പറയുന്ന പോലെ മകനെ തന്നെ അറുക്കണമെന്ന പരിഹാരമായി, മകനെ തന്നെ അറുക്കല്ലാതെ വേറെ ഒന്നുമില്ല, ആടിനെയും ഒട്ടകത്തെയും അറുത്താലൊന്നും ഇത് പരിഹരിക്കപ്പെടൂല എന്ന് മഹാനവറുകൾക്ക് നിർദ്ദേശം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ അള്ളാഹുവിനെ അനുസരിക്ക എന്നതിൽ ആ മഹാനൊരു കുറവും വരുത്തിയില്ല എന്നുള്ളതാണ്. മകനോട് ചോദിച്ചപ്പോ അനുവാദം ചോദിക്കലല്ല, വിവരം പറയണമല്ലോ, അതൊരു മര്യാദയാണ്. വിവരം പറയണം. ആ വിവരം പറയുന്നിടത്ത് മകന്റെ അനുസരണ അള്ളാഹുവിലേക്കുള്ള ഒരു അനുസരണയും വാപ്പയെ അനുസരിക്കില്ല. 2 അനുസരണ മകൻ കാണിച്ചു. അങ്ങനെയുള്ള ഒരു അനുസരണയെ അള്ളാഹു വിളിച്ച പേരാണ് ഇസ്ലാം എന്നത്. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين സൂറത്ത് സഫാത്ത്. ഒരു സ്വപ്നം കണ്ടതിന് ഇത്രയും സമർപ്പണം നടത്താനുണ്ടായ അനുസരണ ബോധം അള്ളാഹു തരട്ടെ. അള്ളാഹുവിനെ അനുസരിക്കൂ, റസൂലിനെ അനുസരിക്കൂ എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് നമ്മോട്. അങ്ങനെ ഒരു അനുസരണയിലേക്കാണ് ഈ നോമ്പ്. നോമ്പ് എന്തിനാണ്? നോമ്പ് ഒരു അനുസരണ പഠിപ്പിക്കല. എപ്പോഴാ അനുസരിക്കുക? അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരു വലിയ പാഠശാലയാണ് നോമ്പ്. ഇതിന്റെ നിർബന്ധിതയോടെ പല കാരണങ്ങളും പറയുന്നിടത്ത് അള്ളാഹു നോമ്പിനെ പട്ടിണി കിടക്കുക എന്ന ഒരു പ്രധാന കണ്ടന്റ് കൊണ്ടുവന്നിട്ട്, നോമ്പിന്റെ പ്രധാന ഒരു കണ്ടന്റാണ് നോമ്പിൽ പട്ടിണി കിടക്കുക എന്നത്. ഈ പട്ടിണി കിടക്കുക എന്ന പ്രധാന കണ്ടിനെ നോമ്പിൽ ആവിഷ്കൃതമാക്കിയത്. നോമ്പ് എന്ന് പറഞ്ഞാൽ പല കർമ്മങ്ങളും പറയാമായിരുന്നു, അങ്ങനെയൊന്നുമല്ല. നോമ്പിനെ അള്ളാഹു ആവിഷ്കരിച്ചത്, അതിന്റെ പ്രധാന കണ്ടന്റ് പട്ടിണി കിടക്കുക എന്നത്, വയറ് വേദനിക്കുക, വിശപ്പറിയുക എന്നത്. ആ ഒരു പ്രധാന കണ്ടന്റിനെ നോമ്പിന്റെ ഏറ്റവും മർമ്മത്തിൽ കൊണ്ടുവന്ന് വെച്ചു അല്ലാഹു. എന്തിനാണെന്നറിയോ? നിങ്ങൾ പലപ്പോഴും കേട്ടതാണത്. മഹാന്മാര് പറയുന്നുണ്ട്, നോമ്പിനെ ഈ രീതിയിൽ അള്ളാഹു ആവിഷ്കരിച്ചതിന്റെ ഒരു ചരിത്രം. അള്ളാഹു ആദ്യം മനുഷ്യന്റെ ബുദ്ധിയെ പടച്ചിട്ട് അള്ളാഹു ആദരിച്ചതാണ് മനുഷ്യന്റെ ബുദ്ധി, വിവേകം. അള്ളാഹു ആദരിച്ച വിവേകത്തെ മനുഷ്യ ശരീരത്തിൽ വന്നതിന്റെ പേരിൽ അള്ളാഹ് പിന്നെയും പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചു. അള്ളാഹു മനുഷ്യനെ ആദരിച്ചതിന്റെ ഭാഗമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ആകാര ഭംഗി കൊടുത്തു. അത് മനുഷ്യൻ അള്ളാഹു കൊടുത്ത ആദരവാണത്. ഈ ആദരവിന്റെ ഭാഗമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനിൽ ബുദ്ധി, വിശേഷബുദ്ധി മറ്റാർക്കും കൊടുക്കാത്തത് കൊടുക്കുകയാണ്. വിശേഷബുദ്ധി അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറഞ്ഞ അഖ്ബിൽ ഫഅഖ്ബല, വിശേഷബുദ്ധി അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ വായോ. വിശേഷബുദ്ധി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്നുന്നാ. സുമ്മക്കാല അദ്ബിർ, അന്ന് നീ തിരിച്ചു പോയിക്കോ. അപ്പൊ വിശേഷബുദ്ധി തിരിഞ്ഞങ്ങ് നടന്നു. അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ചു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, മന്നന്ത വമന്നന, നീ ആരാണ്, ഞാൻ ആരാണ്? ബുദ്ധി പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്റെ എളിയ അടിമയാണ്, നീ എന്റെ റബ്ബാണ്, നീ ഈ ജഗന്നിയന്താവായ സർവശക്തനായ തമ്പുരാനാണ്. അള്ളാഹുവിന് സന്തോഷായി. അള്ളാഹു പറഞ്ഞു, കുന്ത അഅ്സൽ ഖൽഖ്, നീ എന്റെ സൃഷ്ടികളിലെ ഏറ്റവും ആദരണീയമായ, ഏറ്റവും അജയ്യനായ സൃഷ്ടിയായി കഴിഞ്ഞേ. മനുഷ്യന്റെ വിവേകത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണത്. പിന്നെ അള്ളാഹു മനുഷ്യന് ഈ വിവേകത്തെ, ബുദ്ധിയെ സൂക്ഷിക്കാൻ അതിനൊരു ചെപ്പ് വേണം, മനുഷ്യനൊരു ശരീരം വേണം. അള്ളാഹു ആ ശരീരത്തെ പടച്ച ശേഷം ആ ശരീരത്തോട് പറഞ്ഞു, അഖ്ബിൽ ഫമാ അഖ്ബല, ഒതുങ്ങ് വായോ. മനുഷ്യന്റെ ഈ ശരീരം മർക്കട മുഷ്ടിയുള്ള ശരീരം ഉണ്ടല്ലോ, അത് വരാൻ കൂട്ടാക്കിയില്ല. മനസ്സിൽ പലപ്പോഴും ആഗ്രഹമുണ്ട് ഒരു നന്മ ചെയ്യണമെന്ന്, പക്ഷെ ശരീരം അതിലേക്ക് വഴങ്ങി വരാറില്ല. മനസ്സ് ശരീരത്തെ ജയിച്ചടക്കിയേ പറ്റൂ. മനസ്സിന്റെ ആ തോന്നലിനെ നടപ്പാക്കാൻ ശരീരത്തിൽ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരീരം മുന്നോട്ട് വന്നില്ലെന്നാ. അള്ളാഹു ചോദിച്ചു, നീ ആരാണ്? ഞാനാണ്. ഞാനോ? നീ. അള്ളാഹു 100 വർഷത്തോളം ഈ ശരീരത്തെ കൊണ്ടുപോയി നരകത്തിന്റെ തീ ആളുന്ന ചൂളയിലിട്ടു. 100 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു പുറത്തെടുത്തിട്ട് ചോദിച്ചു, മനുഷ്യന്റെ പച്ച ശരീരത്തോട് നീ ആരാണ്? അപ്പോഴും ശരീരം പറഞ്ഞു, ഞാനാണ്, നീയാണ്. അള്ളാഹു പിന്നെ ചെയ്തത്, ഈ ശരീരത്തെ മെരുക്കാൻ വേണ്ടി പിന്നെ ചെയ്ത ഹിക്മത്ത് അള്ളാഹുവിനെ അറിയാതെ. പക്ഷെ ഈ സംഭവ വികാസത്തെ, നോമ്പിൽ ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുന്നതിന്റെ ലക്ഷ്യത്തെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനൊരു സംഭവം ഉണ്ടാവണം. അള്ളാഹുവിനറിയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തീയിലിട്ട് കഴിഞ്ഞാൽ തന്നെ, അല്ല, ഭക്ഷണത്തിൽ ഒരു ത്യാഗം വേണം, ഭക്ഷണം ത്യജിക്കണം, പട്ടിണി കിടക്കണം എന്ന ഒരു സിസ്റ്റത്തിലൂടെ ഇത് വരുമെന്നുള്ളതൊക്കെ അറിയാം. എന്നാലും തീയെന്ന ഗൗരവത്തിനപ്പുറത്തേക്കാണ് പട്ടിണി കിടക്കുക എന്ന ഗൗരവത്തെ അള്ളാഹു അറിയിക്കാം.
ഇതെല്ലാം അള്ളാഹുവിന്റെ കുദറത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണൊക്കെ. എന്നാൽ സൃഷ്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ചില സബബുകൾ. പട്ടിണിയിലിട്ടു 100 വർഷം, എന്നിട്ട് ചോദിച്ചു നീ ആരാണ്? അപ്പോ അന്ന് മനുഷ്യന്റെ ശരീരം പറഞ്ഞു ഞാനാണല്ലാ, നീ റബ്ബാണ് അല്ലാ എന്ന് പറയാൻ മനുഷ്യന്റെ ശരീരം ആ വിധേയത്വ ബോധത്തിലേക്ക് വന്നത് പട്ടിണി കൊണ്ടാണ്. നോമ്പ് അതിനുള്ളതാണ്. നമുക്ക് ആ ഒരു വിധേയത്വ ബോധം ഉണ്ടാവണം. ഇബ്രാഹിം നബിക്കുണ്ടായ ബോധം നോക്കിക്കോളൂ. അല്ലാഹു തആല മഹാനവറുകൾക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകൾക്ക് സ്വപ്ന നിർദ്ദേശം നൽകി. ഫലമ്മ ബലഗ മഅഹു സഇയ, കുട്ടിയാവട്ടെ ഒരഭിപ്രായത്തിൽ 13 വയസ്സാണ്, ഒരഭിപ്രായത്തിൽ 7 വയസ്സാണ്. വിരല് പിടിച്ചുകൊണ്ട് പിതാവിൽ ആ മകൻ ഒരു വലിയ സന്തോഷമായി തീർന്ന് ആ കൈ പിടിച്ചു ഒപ്പം നടക്കുന്ന ഒരു പ്രായമുണ്ട്. 13 വയസ്സെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നാം ആലോചിക്കുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രായം കൂടിയാണിത്. ആ കുട്ടി ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ആ കുട്ടി മുസ്ലിയാരാവണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവണോ, ബിസിനസ്സിൽ വരണോ, ആ കുട്ടിയുടെ ഫ്യൂച്ചർ അവിടെ തെളിയും. വലിയ പ്രതീക്ഷകൾ, നേരത്തെ പറഞ്ഞ ആ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ഒരു പിതാവിന്റെ മനസ്സിൽ പിന്നെയും പിന്നെയും ഒരു പ്രതീക്ഷയായി, ഒരു സ്വപ്നമായി വളരാണ് കുഞ്ഞ്. അവൻ ആരാവും എന്നുള്ളതിലേക്ക് ഒരു സൂചന കിട്ടിയാൽ പിതാവ് അതിൽ ആ ഭാവിയെ ചിന്തിച്ചുകൊണ്ടുള്ള പ്രയത്നമാണ് പിന്നെ പിതാവ് കാട്ടിക്കൂട്ടുന്നത്. 13 വയസ്സൊക്കെ എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ മനസ്സിൽ കുട്ടികളിൽ, പ്രത്യേകിച്ച് ഒരു ആൺകുഞ്ഞാണേ, ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടായ ആ പൊന്നോമല എന്താകും എന്നുള്ളതിലേക്കുള്ള പിതാവിന്റെ മനസ്സിന്റെ ഉത്സാഹത്തിന് കിടയിടുകയാണ്. അതിന്റെ മുന്നിൽ അള്ളാഹു തടവെക്കുകയാണ് ഈ സ്വപ്നം. മഹാനവറുകൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം നിന്നെ അറുക്കണമെന്ന, എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെ വളർത്തിയ മോനായതുകൊണ്ട് മോൻ പറഞ്ഞു, സ്വപ്നത്തിൽ എന്താണോ അള്ളാഹു നിർദ്ദേശിച്ചത്, അള്ളാഹ് നിർദ്ദേശിച്ചതൊക്കെ ചെയ്തോ വാപ്പ, എനിക്ക് ഒരു കുഴപ്പമില്ല. രണ്ടുപേരും അതിൽ അള്ളാഹുവിന്റെ മുന്നിൽ വിധേയത്വം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, മഹാനവറുകൾ പൊന്നുപോലെ ചെരിച്ചു കിടത്തി, അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തി. ആ അറവിന്റെ കിടത്തലിന്റെ സമാരംഭം, അറവിന്റെ പ്രക്രിയകൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തു തുടങ്ങി. മുറിവേൽക്കുന്നില്ല ശരീരത്തിൽ. ആ സമയം അത്ഭുതപ്പെടുന്നു, സുദീർഘമാക്കുന്നില്ല. നമ്മൾ കേട്ടുപഠിച്ച പോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഓ ഇബ്രാഹിം നബിയെ. മിനാ താഴ്വരയിലെത്തുമ്പോൾ ഒരു കുളിർമയാണ്, മിനാ താഴ്വരയിലെത്തുമ്പോൾ ഒരു നടുക്കമാണ്, മിനയിലെ ആ 3-4 ദിവസത്തെ പാർക്കലിൽ ഒരു ഓർമ്മയാണ്, മിനയിലെത്തിക്കഴിഞ്ഞാൽ ഒരു കരച്ചിലാണ്. ഖലീലുല്ലാഹി തങ്ങളുടെ ആ ശബ്ദം ഇവിടെയല്ലേ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേണ്ടി മകൻ കിടന്നു കൊടുത്തത് ഇവിടെയല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നത് ഇവിടെയല്ലേ? കുഞ്ഞുമോന്റെ കയ്യെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാൻ വേണ്ടി പോകുമ്പോൾ പിശാച് വഴി പിഴപ്പിക്കാൻ വന്നത് ജംറയിലല്ലേ? ആ പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചതല്ലേ ഇന്ന് ജംറയിൽ കല്ലെറിയുന്നത്? മിനയിൽ നിന്നും ജംറയിലേക്കുള്ള നടത്തമുണ്ടല്ലോ, ചുരുങ്ങിയ ദൂരമാണെങ്കിലും തീഷ്ണമായ പരീക്ഷണത്തിന്റെ ചുവടുവെപ്പുകളിൽ നടന്നെത്താൻ എന്തോ ഒന്ന് കാലിൽ കുടുങ്ങിയ പോലെ മനസ്സിന്റെ അകത്തൊരു ഇബ്രാഹിമി സ്മരണ. അള്ളാഹു നമുക്ക് ജംറയിലും മിനയിലുമൊക്കെ ഇനിയും കൂടാൻ തൗഫീഖ് നൽകട്ടെ. ഒരു വല്ലാത്ത അനുഭവമാണ് മിന. എത്ര ഉള്ളവനും ഇല്ലാത്തവനെ പോലെ, എത്ര വലിയ സമ്പന്നനും ഇല്ലാത്തവനെ പോലെ ആ ഇഹ്റാമിന്റെ വേഷത്തിൽ അവിടെ കിട്ടുന്നതും കഴിച്ച് കബറ് പോലെ ഞെരുങ്ങി കിടക്കേണ്ട ഒരു കിടത്തം. മിന കണ്ടവന് കബർ എന്താണ്? കബർ എന്താണ്? ദുനിയാവിന്റെ ഖബറാണ് മിന. ഇമാമുന ഗസ്സാലി അവിടുത്തെ ഹിയായിൽ പറയുന്നുണ്ട്, മിനയിൽ കിടന്നവർക്കറിയാം എത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സൗദി സർക്കാരിന് സമ്പത്ത് കൊണ്ടുമല്ലാതെയും കഴിയുമെങ്കിലും മിന അങ്ങനെ പറ്റൂ. മിനയിൽ ഇങ്ങനെയായിരുന്നു എന്ന ഒരു കുറവ് ഒരാളോടും പറയാവതല്ല. മിനയിൽ ഇങ്ങനെയായിരുന്നു എന്നതിന്റെ സൗകര്യക്കുറവ് ഒരാളോടും പറയാവതല്ല. എന്തുകൊണ്ട്? ഹജ്ജ് കബൂലല്ല. മിനയിൽ ചെല്ലുന്ന മനുഷ്യനൊരു ഇബ്രാഹിം നബിയായി മാറുകയാണ് അലൈഹിസ്സലാം. മിനയിൽ ചെല്ലുന്ന മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി അവന്റെ സൗകര്യങ്ങളെ,
അവന്റെ രോഗങ്ങളെ പോലും അവൻ മറന്നുകൊണ്ട് അവിടെ ലയിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? മിന ഇബ്രാഹിമി സ്മരണയാണ്. ഖബറിലേക്ക് എത്തുമ്പോൾ ഒന്ന് ചെരിയാനോ തിരിയാനോ പറ്റൂല. അത്രയും ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഞെരുക്കി എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ചിന്ത പോലും പാടില്ല. ഹജ്ജ് നമുക്ക് കബൂലല്ല. ഒരാളോട് മിനയുടെ കുറവുകളെ കുറിച്ച് പറയാൻ പാടില്ല. അത് കുറവല്ലേ? ഒരു 3-4 ദിവസത്തേക്ക് ഒരു ഇബ്രാഹിം നബിയെ പോലെ നീ ആവുന്ന പറഞ്ഞത്. അത് ഈ സൗകര്യത്തിന് നല്ല നല്ല ബിരിയാണികളും അതും ഇതൊക്കെ സമയാസമയത്തിന് കിട്ടുകയൊക്കെ ചെയ്യും. മിനയിൽ കുറവൊന്നുമില്ല. എന്നാലും മിന വികസിക്കുമെന്ന് പുണ്യ നബി. എത്ര കോടി ജനങ്ങൾ വന്നാലും 2 മലകളുടെ ഇടയിലുള്ള ആ ചെറിയ ഭൂമിക അത് വികസിക്കും. അതിങ്ങനെ ഉമ്മയുടെ ഉദരം കുട്ടിയുടെ വളർച്ച അനുസരിച്ച് വികസിക്കുന്ന പോലെ വികസിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മിനയിൽ വീണ്ടും മിന ഒരു അനുഭവം. മിനയിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ മിന ആഗ്രഹിച്ചു പോവാം. അല്ലാഹുവേ, അവിടെയുള്ള ദുആകളുടെ ഒക്കെ പരിഗണന വല്ലാത്ത പരിഗണനയാണ്. അവിടെയുള്ള ദുആഇന്റെ പരിഗണന ഞാൻ ദുആ ചെയ്തിരുന്നു. മിനയിലെ ദുആയിൽപ്പെട്ട ഒരു ദുആ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കൂടെ ഹജ്ജിന് വരണമെന്ന് ആഗ്രഹിച്ച സഹോദരന് കഴിഞ്ഞ വർഷം ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാവാം. നമ്മുടേതാവാം, ആരുടേതുമാവാം. ഈ വർഷം ആ സഹോദരന് ഹജ്ജിന് കിട്ടി. കുടുംബസമേതം വല്ലാത്ത സന്തോഷമാ. ഇന്നലെ എനിക്ക് വാട്സാപ്പ് ചെയ്തു, മോനെ കീമോ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യണേ, മറക്കല്ലേ. ഞാൻ ഇന്നലത്തെ ആ മെസ്സേജ് വരലോടുകൂടെ എൻ്റെ മനസ്സിന്റെ സന്തോഷം പോയി. അള്ളാഹുവിന്റെ ഒരു തൗഫീഖാ ഹജ്ജ്. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അള്ളാഹു ആ സഹോദരന്റെ സന്തോഷം സാധിപ്പിച്ചു കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇത്ര ദിവസവും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിന്റെ സൗകര്യങ്ങളിൽ അല്ലാഹനെ അനുസരിക്കാൻ കിട്ടേണ്ട സമയങ്ങളെ നമ്മൾ അതിന് ആദ്യ അവസരത്തിൽ തന്നെ നിർവഹിക്കണേ. അതിനെ വൈകിക്കാൻ പാടില്ല. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിനെ മറക്കല്ലേ. മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങളാവല്ലേ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് നന്മ ചെയ്യാൻ കഴിയൂല. സൗകര്യങ്ങളേറെ ഉണ്ടായിട്ടും കഴിയാതെ പോകുന്നതെന്തേ? അല്ലാഹുവിനെ മറന്നാൽ നിന്റെ സൗകര്യം നീ തേടി വരുന്നോടത്ത് അല്ല നിന്നെ മറക്കാണ്. അല്ല തരാതെ എന്ത് സൗകര്യം? അല്ല തരാതെ ഒന്നുമില്ല. അല്ല തരാതെ ഒന്നുമില്ല. ഈ മൂക്ക് നാം കാണുമ്പോൾ ആ മൂക്കിന് നാം കാണുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകത നമുക്കില്ല. എത്ര വലിയ അത്ഭുതമാണ് ഈ അവയവം എന്നറിയുമോ? ആയിരക്കണക്കിന് മൂലകങ്ങളും വാതകങ്ങളും നമ്മൾ ഇന്ന് വരെ കാണാതെ നമ്മുടെ മൂക്കിന്റെ തുമ്പിലുണ്ട്. അതിൽ നിന്നും നമ്മുടെ ജീവപ്രാണനായ ഓക്സിജൻ ആ മൂക്ക് വിവേകിച്ച് തിരിച്ചെടുക്കുന്നുണ്ടല്ലോ. അള്ളാഹു കൊടുത്ത ഒരു കഴിവല്ലേ അത്? ആ അവയവത്തിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ സെൻസറല്ലേ അത്? നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എന്റെ സഹോദര, അവിടെ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും കറക്റ്റായതിന്റെ ടൈമിൽ തന്നെ നടന്നില്ലെങ്കിൽ നമുക്ക് ശ്വാസതടസ്സമുണ്ട്. വേണ്ട സമയത്ത് തന്നെ ആ ഓക്സിജൻ കലർപ്പില്ലാതെ മൂക്കിന്റെ അകത്ത് കൂടി പോകുമ്പോൾ പൊടിപടലങ്ങളെ തടഞ്ഞു നിർത്താൻ നമ്മുടെ മൂക്കിന്റെ അകത്തെ രോമം, ശരീരത്തിൽ എവിടെയൊക്കെ രോമമുണ്ടോ അതിനൊക്കെ ഒരു സിറുണ്ട്, ഒരു രഹസ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. മൂക്കിന്റെ അകത്തെ രോമം നമ്മൾ ശരിക്ക് കാണാൻ പോലുമില്ല. അതിനും ഒരു രഹസ്യമുണ്ട്, അതിലൊരു ഈർപ്പമുണ്ട്, എപ്പോഴും ഒരു ഈർപ്പമുണ്ട്. എന്തിനു വേണ്ടി അള്ളാഹു വെച്ചു? അള്ളാഹുവിന്റെ കരുണയാണ്. നമ്മൾ ചോദിക്കാനിട്ടും അവൻ നമുക്ക് ചെയ്തു തരികയല്ലേ? നമ്മൾ അള്ളാഹുവോട് കൈ ഉയർത്തി ആവശ്യപ്പെടാനിട്ടും അവൻ ഇടപെടുകയല്ലേ? അള്ളാഹുവേ, നിന്റെ കരുണയെ ഓർമ്മപ്പെടുത്തുന്ന 10 ദിനങ്ങൾ. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ കരുണ ചെയ്യണേ. പരിശുദ്ധ റമളാൻ, ശഅബാനും റജബും നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തലുകളാ. ഉണരണേ, നീ ഡ്രസ് മാറണേ. റമളാൻ എന്ന വാഹനം വരുന്നേ, നീ ഉണർന്നില്ല, ഡ്രസ് മാറിയില്ല.
പഴഞ്ചനായ വസ്ത്രത്തോടുകൂടെ തന്നെ നീ റമളാന്റെ വാതിൽക്കിലെത്തി നിൽക്കുമ്പോഴും ആ വാഹനത്തിലേക്ക് വീണ്ടും അള്ളാഹു നിന്നെ കയറ്റി ആ വാഹനത്തിൽ കയറാനുള്ള ഒരുക്കങ്ങളുള്ളവർക്കേ കയറാൻ കഴിയൂ. എന്നിട്ടും അള്ളാഹു ആ വാഹനത്തിൽ കയറ്റി. എന്തുകൊണ്ട്? ആ റമളാൻ എന്ന വാഹനത്തിന്റെ 3 പാർട്ടുകളിൽ നീ ഇപ്പോൾ കാലെടുത്ത് വെച്ചിരിക്കുന്ന പാർട്ട് റഹ്മത്തിന്റെ പാർട്ടാ, കരുണയുടെ പാർട്ടാ. അള്ളാഹു ആ ഭാഗത്ത് വെച്ച് നീ ഒരുങ്ങാത്തതിനെ ഒരുക്കുകയാണ്. നീ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് റജബിലും ശഅബാനിലും റമളാനിന് വേണ്ടി ഒരുങ്ങാതിരുന്നതിന് അവൻ ഈ വാഹനത്തിന്റെ ആദ്യ പാർട്ടിൽ നീ കാല് വെച്ചോടത്ത് ഒരുങ്ങാനുള്ള സംവിധാനം അവന്റെ ഔദാര്യമായി നീ അനുസരണകേട് കാണിച്ചിട്ടും അവിടെ വെച്ച് അവൻ സാധിപ്പിച്ചു തരികയാണ്. നിന്നെ അവൻ ഒരുക്കുകയാണ്. ആ വാഹനത്തിന്റെ സഞ്ചാരയോഗ്യമായ കാര്യങ്ങളിലേക്ക് നിന്നെ അവൻ തയ്യാറാക്കുകയാണ്, നിന്നെ കുളിപ്പിക്കുകയാണ്. ആ വാഹനത്തിൽ പോകാനുള്ള ഉടുപ്പ് അവൻ നിന്നെ ധരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവൻ ആ മാസത്തിന്റെ ആ വാഹനത്തിന്റെ 3 ഭാഗം മാറ്റിവെച്ചു. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 നബിയുനാ റസൂലുള്ളാഹി വഔസതുഹു മഗ്ഫിറ, നടുവിലുള്ളത് നിന്റെ പാപങ്ങളെ നീ ഓർത്തുകൊണ്ട് അള്ളാഹുവോട് പൊറുക്കാൻ തേടേണ്ട 10 അവസാനത്തെ 10 എഴുത്തുക്കും മിനന്നാർ, അള്ളാഹു നരകമോചനം തരട്ടെ, അള്ളാഹു നരകമോചനം തരട്ടെ. അനുസരണ വേണം, അനുസരണ വേണം. അള്ളാഹുവിലേക്ക് പടച്ചോനെ പേടിക്കണം. ഒരല്പം, ഒരു ചെറുത് മതി, അതങ്ങനെ വികസിക്കും. ചെറുതീന്ന് തുടങ്ങാം. അള്ളാനെ പേടിച്ചത് കൊണ്ട് ഞാനത് കാണാൻ നിന്നില്ല. ഒരു കാര്യത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി. 2ാമത്തെ ദിവസം ആ ഓർമ്മ നിലനിർത്തുന്നുണ്ടെങ്കിൽ 2ാമത്തെ ദിവസം നമ്മൾ 2 എണ്ണം ചെയ്യും. അള്ളാനെ അനുസരിക്കുന്നു, പേടിക്കുന്നു, അതിന്റെ പേരിൽ ഞാൻ ആ ഭാഗത്തേക്കില്ല. ആ 2 കാര്യങ്ങൾ നമ്മൾ 2 ദിവസം അനുസരിച്ച 3ാമത്തെ ദിവസം മാറും. 40 ദിവസം അങ്ങനെ ചെയ്ത ആ മനുഷ്യൻ പറയുന്നത് ഫലിക്കുമെന്ന് പുണ്യനബി 40 ദിവസം ആ മനുഷ്യൻ ദ്വാര ഇങ്ങനെ ജീവിച്ചിട്ട് 40 ദിവസം അയാൾ ജീവിച്ചു. 40ന് അന്ന് അദ്ദേഹം ദ്വാരക്കുന്ന അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും എന്ന് പരിശുദ്ധ റസൂൽ. അയാളുടെ വർത്താനം വെറും വർത്താനാവില്ല എന്ന് പരിശുദ്ധ റസൂൽ. 40 ദിവസങ്ങൾ കൊണ്ട് അത്ഭുതം കാണിക്കാൻ പരിശുദ്ധ റമദാനിന്റെ ആദ്യ ഭാഗങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്കുള്ളൊരു വിശകലനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ.